ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെയാണ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ചേട്ടൻ രാവിലെ മുഖമൊക്കെ കാണിച്ചുകൊണ്ട് രാവിലെ എന്തോ കേസ് കെട്ടുണ്ടോ എന്നൊരു വിചാരം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം എല്ലാം ബി ഫ്രാങ്ക്, നമ്മളെല്ലാം തുറന്നു പറയണമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ ധാരാളം പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിനെ പറ്റിയൊക്കെ ധാരാളം ന്യൂസുകൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. പലരും എനിക്കത് ഫോർവേഡ് ചെയ്ത് തന്നു ഒക്കെയാണ്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കാര്യം ജസ്റ്റ് എനിക്കൊന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലായാലും നമ്മുടെ യൂട്യൂബ് ചാനലായാലും നമ്മൾ ആർക്കും ഒരു കോള് പരിപാടി നമുക്കില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? നമുക്കങ്ങനെ പിന്നെ കോൾ എടുക്കുക, പുട്ടെടുക്കുക, ഇവിടെ എടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല. നമുക്കുള്ളത് എന്താണ്? കൃത്യമായി നമ്മൾ ലെവലുകളും പ്രൈസ് ആക്ഷൻസും നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കുന്നു. അത് വെച്ചിട്ട് ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ്? ഞാനാണോ? അല്ല, നിങ്ങളാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിലും നമ്മുടെ ഗ്രൂപ്പിലും പ്രിഫറൻസ് കൊടുക്കുന്നത് ടീച്ചിങ് ആണ്, അല്ലേ? എങ്ങനെയെങ്കിലും പഠിക്കുക, പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് എടുക്കുക, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ശരിയല്ലേ? അപ്പോൾ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നിങ്ങളിൽ പലർക്കും അറിയാം, എങ്കിലും അറിയാത്തവരുടെ ഇതിലേക്ക് വേണ്ടി പറയുകയാണ്. എനിക്ക് സെബി രജിസ്ട്രേഷൻ കിട്ടത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബി രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൊമേഴ്സ് ഡിഗ്രി വേണം. എനിക്ക് കൊമേഴ്സ് ഡിഗ്രി ഇല്ല. ഓക്കെ, കൊമേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സെബി രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ, സെബി അനലിസ്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെബിയുടെ അഫിലിയേഷനോടുകൂടെ NISM പിന്നെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. സെബി അപ്രൂവ്ഡ് ആണ്. പക്ഷേങ്കിൽ സെബി രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ NISMൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്തേക്കാം. അപ്പം ആ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ പരിധി നിന്ന്, ആ സർട്ടിഫിക്കറ്റിൻ്റെ പരിധിക്കകത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതാണ് ഇപ്പോഴും ഭാവിയിൽ മുന്നോട്ടും ഇപ്പോഴും ഞാൻ അനുവർത്തിച്ച് വരുന്ന കാര്യം അതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇക്വിറ്റി ഡെറിവേറ്റീവിൽ NISMൻ്റെ സർട്ടിഫിക്കേഷൻ പാസ്സായിട്ടുണ്ട്. ആ സർട്ടിഫിക്കേഷൻ സെബി അഫിലിയേഷൻ ആണ്, സെബി അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റാണ്. ബട്ട് ഒരിക്കലും അത് സെബി രജിസ്ട്രേഷൻ അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. നമുക്കതുകൊണ്ട് അതിനകത്തിലൊരു കോള് കൊടുക്കാനോ, കോൾ റെക്കമെൻഡേഷൻ കൊടുക്കാനോ, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാനോ ഒന്നും നമുക്ക് പിന്നെ ഒരു ഇന്ന പ്രൈസിൽ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാനോ ഒന്നും നമുക്ക് അധികാരമില്ല. നമുക്കതിന് അനുവാദമില്ല. ഓക്കെ, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അല്ലാതെ ഒരു സ്പെസിഫിക് സ്റ്റോക്കിനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് കാര്യം പറഞ്ഞിട്ടോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഓർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ നേരിട്ട് വന്നിങ്ങനെ സംസാരിക്കാൻ കാര്യം, എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ വെച്ചേക്കാം. ഓക്കെ, രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു കമ്മോഡിറ്റി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേര് കമ്മോഡിറ്റി റൂട്ട് മാപ്പ് എന്നാണ്. അപ്പോൾ കമ്മോഡിറ്റി റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ നമ്മൾ ബിറ്റ് കോയിനും ഗോൾഡും നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും ഇത്രയും 4 എണ്ണത്തിൻ്റെ ലെവൽസ് നമ്മൾ അതിനകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ആയിരിക്കും അതിൻ്റെ ഡിസ്കഷൻ. പിന്നെ എന്തെങ്കിലും പ്രത്യേക മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു അപ്ഡേഷനായിട്ട് വരും. അപ്പം അത് ഞാൻ മിഡ് ക്യാപ് ഡോക്ടറുമായിട്ട് ഒരിക്കലും ഞാനത് മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഒരു പ്രത്യേക ചാനലായിട്ട് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ പേര് കമ്മോഡിറ്റി റൂട്ട് മാപ്പ് എന്നാണ്, കമ്മോഡിറ്റി റൂട്ട് മാപ്പ്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ പിന്നെ ഈ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. എന്നെ കാണുന്ന നിങ്ങളെല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ ആ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആരും മറക്കരുത്. ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾ എന്നെ കാണുന്ന എല്ലാവരും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, സ്നേഹിക്കാത്തവർ വേണ്ട, സ്നേഹിക്കുന്നവർ മാത്രം മതി. സ്നേഹമാണല്ലോ എല്ലാം. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യണം?
യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി വീക്ക്ലി അനലൈസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ടൊന്ന് വരാം. ഞാൻ ഓൾറെഡി വെള്ളിയാഴ്ചത്തെ പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മളൊരു സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു കാര്യവും നമുക്കില്ല, ഇല്ലേ? അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിയാൽ പുടിൻ വന്നിട്ട് പോയി, ഇല്ലേ? പുടിൻ വന്നിട്ട് പോയി. അപ്പം ഇനി ഏതൊക്കെ കരാറിൽ ഒപ്പിട്ടു എന്നുള്ള ഡീറ്റെയിൽസ് വെളി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ക്ലിയറായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ ഈ പറഞ്ഞ് തള്ളി മറിച്ച പോലെ എന്തെങ്കിലും ഡീലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പുറത്ത് വന്ന ഒരു കൺഫേംഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് റഷ്യയിലെ ഒരു ലീഡിങ് ബാങ്ക്, ലീഡിങ് ബാങ്ക് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് നിഫ്റ്റി 50-ൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. റഷ്യനിലെ ഒരു ലീഡിങ് ബാങ്ക് നമ്മുടെ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ റഷ്യയും പിന്നെ ഇന്ത്യയും തമ്മിൽ ധാരാളം ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അതായത് അവിടുന്ന് നമ്മളിങ്ങോട്ട് വാങ്ങൽ കൂടുതലും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി കുറവാണ് നിലവിൽ. മനസ്സിലായി? അപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇത് തമ്മിലൊന്ന് ലഘൂകരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റഷ്യ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പം കാരണം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ധാരാളം ഓയിൽ കണ്ടമാനം വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ളൊരു വാങ്ങൽ റഷ്യ നടത്തുന്നില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത്. അവരുടെ ഒരു ലീഡിങ് ബാങ്ക് നിഫ്റ്റി 50 സ്റ്റോക്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ന ഒരു പ്രഖ്യാപനം. അതൊരു പോസിറ്റീവ് ന്യൂസാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്. പക്ഷെങ്കിൽ അത് മാത്രം പോരായല്ലോ. അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഇന്ത്യക്ക് എത്ര ഓയിൽ ആവശ്യമുണ്ടോ അത്രയും ഓയിൽ ഞങ്ങൾ വളരെ നോമിനൽ റേറ്റിൽ ഇന്ത്യക്ക് കൊടുക്കും എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. അതായത് അമേരിക്കയ്ക്ക് US-ന് റഷ്യയുടെ നിന്ന് പിന്നെ ഓയിലും എനർജിയൊക്കെ വാങ്ങിക്കാം, പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ എന്നൊരു ചോദ്യം ട്രംപിനെ ഉന്നം വെച്ച് എറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. സത്യമായ കാര്യമാണ്, റഷ്യയിൽ നിന്ന് ഓയിലും മറ്റ് ധാതുക്കളും ഒക്കെ മേടിക്കുന്നത്, പ്ലൂട്ടോണിയം ഒക്കെ റഷ്യയാണ് പിന്നെ അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ഇതിനായിട്ട് കുറയ്ക്കുകയോ നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ സാങ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പുടിൻ പറഞ്ഞത് അമേരിക്കയ്ക്ക് വാങ്ങാമെങ്കിൽ, യൂറോപ്യൻ യൂണിയന് വാങ്ങാമെന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അൺലിമിറ്റഡ് സപ്ലൈ റഷ്യ ഓയിൽ നമുക്ക് തരും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അത് വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US ഡെലിഗേറ്റ്സ്, നമ്മുടെ ട്രേഡ് ടെൻഷനുമായിട്ട് ഉള്ള പ്രശ്നത്തിൽ US ഡെലിഗേറ്റ്സ് പിന്നെ ഈ ആഴ്ച ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ട്രേഡ് ഡീലിൻ്റെ ടെൻഷൻസ് ഈ ആഴ്ചയല്ല, ഈ ഡിസംബർ 31 മുമ്പ് തന്നെ അവസാനിപ്പിക്കും എന്ന ഒരു ശ്രുതി മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട്. ഈ ആഴ്ച വരും എന്നുള്ള കാര്യം കൺഫേമാണ്. US ഡെലിഗേറ്റ്സ് ഈ ആഴ്ച വരും എന്നുള്ള കാര്യം കൺഫേമാണ്. അപ്പം അതും ഏകദേശം ഒരു ധാരണയിലെത്താനുള്ള സാധ്യതയുണ്ട്. നവംബർ 30 ആദ്യം പറഞ്ഞിരുന്നത്, അത് മാറി ഇപ്പോൾ ഡിസംബർ 30 ഇപ്പോൾ ഡിസംബർ 30 നടക്കില്ല എന്നുള്ള കാര്യം കണ്ടറിയണം. എന്നാൽ ഹോപ്പ് പ്രതീക്ഷ എന്നുള്ളതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അല്ലാത്തൊരു ശ്രുതി കേൾക്കുന്നത്, നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും, പക്ഷേ ഇത് കൺഫേംഡ് ന്യൂസൊന്നും അല്ല, വെറുതെ അവിടെ ഇവിടെ പറന്ന് നടക്കുന്ന ന്യൂസാണെങ്കിൽ നിങ്ങൾ അറിവിലേക്കൂടെ പറയുകയാണ്, SU-400 SU-57 നമ്മൾ വാങ്ങിക്കാൻ ധാരണയായി എന്ന് ഇങ്ങനൊരു അവിടെ ഇവിടെ ഒരു അടക്കം പറച്ചിൽ കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് നമുക്കറിയത്തില്ല. SU-400 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിസൈലിനെ പ്രതിരോധിക്കുന്ന സാധനം. മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ
അതിനെ തടയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, അതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് S-400 എന്ന് പറയുന്നത്, റഷ്യയുടെ സാധനം. ഓക്കെ, അത് ഇന്ത്യ വാങ്ങിക്കും എന്നുള്ള ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. അതുപോലെ SU-57 അത് ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റ്. ഓക്കെ, നമ്മുടെ F-36 മാതിരിയുള്ള F-35 മാതിരിയുള്ള പിന്നെ അതിനോട് കിടപിടിക്കുന്ന സാധനമാണ് SU-57. അപ്പം അമേരിക്ക നമുക്കത് ഓഫർ ചെയ്തായിരുന്നു, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി SU-57 വാങ്ങിക്കുമോ ഇല്ലെന്നുള്ളത് കണ്ടറിയണം. ഇതൊക്കെ ശ്രുതികൾ മാത്രമാണ്, സത്യമാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ക്ലാരിറ്റി കുറേ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളിപ്പം മാർക്കറ്റിൽ കറങ്ങി നടക്കുന്ന ന്യൂസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാനീ പറയുന്ന അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലെവലിന് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം പകുതി കൂടുതൽ ആൾക്കാരും ലെവലിൻ്റെ ഭാഗം മാത്രം കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാനൊരു 30 മിനിറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 30 മിനിറ്റ് വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാമോ? ഒരു 30 മിനിറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ 30 മിനിറ്റ് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 മിനിറ്റ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ടു മാക്സിമം ആൾക്കാർ ഓവറോൾ കാണുന്നത് 7 മിനിറ്റ് അല്ലെ 8 മിനിറ്റാണ്, അല്ലെ മാക്സിമം പോയ 10 മിനിറ്റ്. ആവറേജ് വ്യൂ ആണ് 10 മിനിറ്റാണ് ആൾക്കാർ കാണുന്നത്. ബാക്കി സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലെവലുകൾ മാത്രം മതി. കാരണം പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അവർക്കില്ല. അല്ല, എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, എന്തുകൊണ്ട് താഴോട്ട് പോകുന്നു, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്നൊന്നും ആൾക്കാർക്ക് പഠിക്കാൻ എന്തില്ല, താല്പര്യമില്ല. അവർക്ക് എപ്പോഴും ലെവൽ വേണം. എപ്പോഴും ഈ നമ്മുടെ മലയാളികളുടെ പ്രത്യേക സ്വഭാവം വെച്ചാൽ ബൈപ്പാസ് പരിപാടിയാണ്. മനസ്സിലായില്ലേ? ബൈപ്പാസ്, അതായത് എങ്ങനെയും പെട്ടെന്ന് കാശുണ്ടാക്കുക. ഓക്കെ, ഏത് വിധേനയും പെട്ടെന്ന് ബൈപ്പാസിലൂടെ കാശുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ മലയാളികൾ, അത് നമ്മുടെ മലയാളിയുടെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേക സ്വഭാവമാണ്. ആ പ്രത്യേക സ്വഭാവവിശേഷം മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് കുറുക്ക് വഴിയിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് മലയാളികൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സംഗതി മാറ്റി വെക്കുക. കൃത്യമായി അത്യധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾ കാശുണ്ടാക്കാവൂ. ആ കാശ് നിലനിൽക്കത്തുള്ളൂ. ബൈപ്പാസിലൂടെ ഉണ്ടാക്കുന്ന കാശ് ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കും, പിറ്റേ ദിവസം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അതേസമയം നിങ്ങൾ അധ്വാനിച്ച് പഠിച്ച് വ്യക്തമായ ധാരണയോടുകൂടെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കാശ് നിങ്ങളുടെ കയ്യിൽ തന്നെ നിലനിൽക്കും. ഇത് ഞാൻ ആരെയും കുത്തി പറയുന്നതല്ല. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കിലി പോൾ നമ്മൾ ഇട്ടായിരുന്നു. നിങ്ങൾ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെവലിലോട്ട് വരാം. നമ്മുടെ വീക്കിലി പോൾ നമ്മൾ ഇട്ടായിരുന്നു. വീക്കിലി പോൾ നമ്മൾ ഇട്ടപ്പം അതിനകത്തിൽ 60% ആൾക്കാർ, നമ്മുടെ ഗ്രൂപ്പിൽ 60% ആൾക്കാർ വീക്കിലി പ്രോഫിറ്റിലിറങ്ങി. അപ്പോൾ തന്നെ ഞാൻ ആ പോളിനകത്ത് വേറൊരു കോളം ഇട്ടായിരുന്നു, ലിമിറ്റഡ് ലോസ്. അതായത് നിങ്ങളുടെ ലോസിനെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റി. അങ്ങനെയുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 25% ആൾക്കാർ അവരുടെ ലോസിനെ അവർ കൈപ്പിടിയിൽ ഒതുക്കി. അതായത് വെരി നോമിനൽ ലോസ്, അതായത് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ റേഞ്ചിൽ അവരുടെ ലോസിനെ അവർ പിടിച്ചു നിർത്തി. പഴയ കാലങ്ങളിൽ 2000, 3000, 5000, 10000 കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ അവരൊരു 500 രൂപ 1000 രൂപയ്ക്കകത്തിൽ അവരുടെ ലോസിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റി. ധാരാളം ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇത് ലിമിറ്റഡ് ലോസ് എന്ന് പറയാൻ സങ്കടമുണ്ട്, എങ്കിൽ തന്നെ ഞങ്ങളുടെ ലോസിനെ ഞങ്ങൾ ലിമിറ്റ് ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെയാണ്, ലോസിൽ പ്രോഫിറ്റാണ് എന്ന് പലരും എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. വെരി ഗുഡ്. ബാക്കി 15% ആൾക്കാരാണ് 60, 25, 85. ഓക്കെ, ബാക്കി 15% ആൾക്കാരാണ് ഒരു അട്ടർ ലോസിലേക്ക് പോയത്. അതായത് ഒരു കയ്യും കണക്കും ഇല്ലാതെ, ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്ത്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് ചെയ്ത് നഷ്ടം വരുത്തിയ ആൾക്കാരാണ് 15%. അപ്പം എൻ്റെ ആഗ്രഹമാണ്, ആഗ്രഹത്തിന് പരിധികളില്ലല്ലോ. എൻ്റെ ഒരു ആഗ്രഹം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 70-75% ആൾക്കാരെങ്കിലും വീക്കിലി പ്രോഫിറ്റിൽ ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഒരു 10 മുതൽ 15% ആൾക്കാർ വരെ ലിമിറ്റഡ് ലോസ്, അഥവാ കൈവിട്ട് പോയാലും നിങ്ങളുടെ പരിധിക്കുള്ളിൽ ലോസിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അതാണ് എൻ്റെ ഒരു ഗോൾ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്നിടത്തോളം എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, 2 പേരോടെ സഹകരിച്ചെങ്കിലേ ഒരു സംഗതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം വളരെ സാവധാനതയോടെ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക.
ഓക്കെ, ഇത് ഒരു ഉപദേശമായിട്ട് കാണുക. ഒരു ചേട്ടൻ പറയുന്ന പോലോ ഒരു അനിയൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു മകൻ പറയുന്ന പോലോ നിങ്ങൾ ഇത് കണക്കാക്കുക. കാരണം എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് എല്ലാവരും ഒരു പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ചാർട്ടിലോട്ട് വരാം. അപ്പം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ്. നമുക്ക് ഈ ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കാം. ഡേ ക്യാൻഡിലോട്ട് പോയാൽ അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിലാണ് നിങ്ങൾ ഈ കാണുന്നത്, ഡേ ടൈം ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 2-3 വരകളൊക്കെ ഇവിടെ കാണാം. അപ്പം ഇതിനകത്തിൽ 26,000 ഒരു കട്ട ലൈൻ കാണുന്നുണ്ട്, 26,406 എന്ന് പറഞ്ഞൊരു പച്ച ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ പണ്ടേ വരച്ചിട്ട ലൈനുകളാണ്. ഇവിടെ ഈ വരകൾക്കൊന്നും ഞാൻ തൽക്കാലം ഒരു മാറ്റം വരുത്തുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെറുന്ന് ക്ലോസ് ചെയ്യുക. മാർക്കറ്റ് ഇത് നോക്കിക്കേ, ഒരു വീഴ്ച വീണു, അതിനെ ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് അതിനെ കവർ ചെയ്തു. പിന്നെ മാർക്കറ്റ് അതുപോലെ തന്നെ ഈ വീണ പോലെ തന്നെ മാർക്കറ്റ് വീണ്ടും വീണു ഇല്ലേ. അതിനുശേഷം അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് ഈ പറയുന്ന 1, 2, 3 കഴിഞ്ഞ 3 ദിവസത്തെ ആ ഫോളിനെ ഒറ്റ കയറ്റം കൊണ്ട് ഇതിനെല്ലാം മാനേജ് ചെയ്തു. ഇപ്പോഴും പണ്ട് നമ്മളിവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ വര നിങ്ങൾക്ക് ഇപ്പോൾ ഈ വര കാണുമ്പം നിങ്ങൾക്ക് തോന്നും ഇത്ര വലിയ വാലിഡല്ല, കാരണം ഇതിന് പല ഇടങ്ങളിലൂടെയാണ് ഇത് കയറി പോകുന്നത്, കയറി ഇറങ്ങിയാണ്, അതുകൊണ്ട് ഈ വര വാലിഡല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ കണക്കും പ്രകാരം ആ വര ഇപ്പോഴും വാലിഡാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമാണ്, വിശ്വാസം തെറ്റാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1, 2, 3. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലേ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്. ഇത് കയറിപ്പോയി പോട്ടെ, ഇതും ബ്രേക്ക് ചെയ്ത് പോട്ടെ, വീണ്ടും തിരിച്ച് വന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇതും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ച് വന്ന് കയറിയപ്പോഴും കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഈ വരയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. കാരണം എന്താണ്, ഇതെല്ലാം ഓവർലാപ്പ് ചെയ്തു പോയ വരകളാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടും ആഴത്തിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ലൈനെ റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് പോയേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് സിനാരിയോയും ഈ ലൈനിൽ വന്ന് തട്ടിയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് റാലി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിൽ നാളെ അപ്പോൾ എന്താ സംഭവിക്കണ്ടേ, നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടണം. ഗ്യാപ്പ് അപ്പ് കിട്ടി ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് ഈ വരയുടെ മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നെ വളരെ ശാന്തമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടും കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ വരയുടെ മുകളിൽ നാളെ നമുക്ക് 5 മിനിറ്റ് ഒരു ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. അങ്ങനെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫർദറായിട്ടുള്ളൊരു അപ്സൈഡ് നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇല്ല, നാളെ ഇതിന് താഴെ ഒരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് ഈ 26,000 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് നമ്മുടെ ചിന്തയിലിരിക്കുക. അപ്പോൾ പല പ്രാവശ്യവും 26,000 റേഞ്ച്, നമുക്ക് റേഞ്ച് എടുക്കാൻ കണക്കോട്ടെ, 26,000 റേഞ്ച്, 26,950 റേഞ്ച് വന്നിട്ടാണ് മാർക്കറ്റ് പലപ്പോഴും തിരിച്ചു കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഈ 26,000 തിരിച്ച് ടെസ്റ്റ് ചെയ്യുക. നാളെ ഇതിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ വരയ്ക്ക് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ 26,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊരു പോസിറ്റീവ് സൈഡ് പറയാനുള്ളത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നാളെ 26,277 നമ്മുടെ ഓൾ ടൈം ഹൈ, പ്രീവിയസ് ഓൾ ടൈം ഹൈ, നമുക്ക് 2 ഓൾ ടൈം ഹൈ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ പറയുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി, 26,277 നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ. അതിനുശേഷം അറൗണ്ട് 310 വരെ പോയിട്ടും നേരെ മാർക്കറ്റ് തിരിച്ചു പോരും ഇല്ലേ. അപ്പോൾ ഈ 277 ഞാൻ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇത് 310 ചുമ്മാതെ പോയതാണ്, ഒരു കാര്യമില്ലാതെ പോയിട്ട് തിരിച്ചു പോരുന്നത്. അപ്പം നാളെ ഇനി ഒരു
ഒരു അൾട്രാ ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 26,277 ഈ 26,277 മുകളിൽ തന്നെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസിങ് കിട്ടണം. ഇവിടെ ഒന്നും ക്ലോസിങ് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാം റെഡ് ക്യാൻഡിലാണ്. ഇവിടെ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് 406 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം മുകളിലോട്ട് പോകണമെങ്കിൽ ബാക്കി പിന്നെ അന്നേരം നമുക്ക് ലൈവ് മാർക്കറ്റ് വരയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചേക്കുക. ഡേ വൈസിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി എങ്ങോട്ട് വരാം? 5 മിനിറ്റ്സ് ക്യാൻഡിലോട്ട്, ഇൻട്രാഡേയിലോട്ട് വരാം. ഇവനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം ഇതാണ് നമ്മൾ കാണേണ്ട ഇൻട്രാഡേ സെറ്റപ്പ്. അപ്പം നമുക്കിവിടെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇന്നലെ അപ്പം നമ്മൾ വെള്ളിയാഴ്ചത്തെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിന് മുന്നേ നമുക്ക് നമ്മുടെ പിന്നെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ എന്ന് നോക്കാം. ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ധാരണയിൽ റിലയൻസിൻ്റെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ന്യൂസുകളും വെളി വന്നിട്ടില്ല. അപ്പം അനലിസ്റ്റുകളെല്ലാം റിലയൻസിന് അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, റിലയൻസിന് നമുക്ക് ആ ചാർട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കാം. റിലയൻസിന് അപ്സൈഡ് പൊട്ടൻഷ്യലാണ് എല്ലാ ബ്രോക്കർമാരും കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു 1530 എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഒരു സപ്പോർട്ടാണ്. 1530 കാലാകാലങ്ങളായിട്ട് സപ്പോർട്ട് എടുക്കുന്ന ഒരു റേഞ്ചാണ് 1530. അപ്പം നിങ്ങൾ നാളെ റിലയൻസ് 1530 സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 1572 വരെ റിലയൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് റിലയൻസ് ഫർദറായിട്ട് റാലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഈ 1530 നിലനിർത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1508 താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ റിലയൻസിനെ നോക്കുക. അടുത്ത HDFC ഈ പറയുന്ന പോലെ തന്നെ വലിയ പെർഫോമൻസ് ഒന്നും നടത്തുന്നില്ല. ഇന്നലെ ക്ലോസിങ് 1001, 1003. ഇന്നലെ ക്ലോസ് ചെയ്തപ്പോഴും ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് 5 മിനിറ്റ്സിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് HDFCക്ക് 996 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടാണ്. അപ്പോൾ അത് പൊട്ടുമോ നോക്കുക. അത് പൊട്ടിയാൽ 989 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വന്നാൽ മാർക്കറ്റിൽ ഫർദറായിട്ടൊരു പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലൊരു പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം 1008 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ അതിനൊരു സാധ്യത വളരെ കുറവാണ് 1008 മുകളിലോട്ട് പോകാൻ. കാരണം എന്താണ്? ഇതിൻ്റെ വെയിറ്റേജ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചാണ്. വെയിറ്റേജ് കുറയ്ക്കണം, ഇതിൻ്റെ ഇങ്ങനെ ഡോമിനേഷൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെബി പുതിയ റൂൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും ICICയിൽ നിന്നും ഒരു പക്ഷെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് മാർച്ച് 31. മാർച്ച് 31 മുന്നേ വെയിറ്റേജ് കുറയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ NSEയുടെ പുതിയ സർക്കുലർ വന്നപ്പോൾ അതിനകത്തിൽ ഇത്രയും നാളും ICICI ആയിരുന്നു രണ്ടാമത് നിന്നിരുന്നത് നിഫ്റ്റിയിൽ. പക്ഷേ ഇന്നലെ നോക്കിയപ്പം ICICI മൂന്നാമതായി, റിലയൻസ് രണ്ടാമതായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അതിനകത്തിൽ ഡോമിനേഷൻ കുറയുന്നുള്ളതാണ് നമ്മൾ അത് മനസ്സിലാകുന്നത്. അപ്പോൾ ICICIക്ക് കുറച്ച് വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. റിലയൻസ് രണ്ടാമതെത്തിയിട്ടുണ്ട്, റിലയൻസ് മൂന്നാമതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കീനായിട്ട് വാച്ച് ചെയ്യുക എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യം. അതുപോലെ ICICI നോക്കുകയാണെങ്കിലും ഈ പറയുന്ന ICICIയിലും ഒരു നമുക്ക് ഡേ ഒന്ന് നോക്കിയേക്കാം. ICICIയുടെ സെറ്റപ്പ് എങ്ങനെയാണ്? ICICIയുടെ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഒരു 1000 ഓൾ ടൈം ഹൈ വളരെ ദൂരെയാണ്. 1500 ഓൾ ടൈം ഹൈ. ഓക്കെ, അതിൽ നിന്നൊക്കെ കുറേ ദൂരെയാണ് നമുക്ക് ഇനി ICICI കിടക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ICICIയുടെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ ഈ പറയുന്ന ഈ ലൈൻ, എന്തിനാണ് ഞാൻ ഈ ലൈൻ വരച്ചിട്ടേക്ക് നോക്കട്ടെ ആദ്യം. ഓക്കെ, അതിനൊരു ഡോമിനേഷൻ ഉണ്ട് അവിടെ. ഒരു നിൽക്കണ്ടേ? ഓക്കെ, നമുക്ക് ഈ ലൈനെ ഇവിടോട്ട് വെക്കാം. ഞാൻ നോക്കിക്കോട്ടെ, ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, ഇതാണ് ഇനി ICICIക്ക് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, മേലോട്ടൊന്നും വരയൊന്നും ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം.
ICCക്ക് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ICCക്ക് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1388 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വരയ്ക്കാനുള്ളത് ഒരു ലെവൽ വരയ്ക്കാനുള്ളത് ഇതാണ്. പിന്നെ മുകളിലോട്ട് പോയാൽ ഓക്കെ, ഇതാണ് ICCയുടെ നിലവിലുള്ള സെറ്റപ്പ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 1393 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ 1388 പൊട്ടുന്നുണ്ടോ നോക്കുക ICC. അങ്ങനെ 1388 പൊട്ടിയാൽ ഫർദറായിട്ട് ICC താഴോട്ട് വരും. ഇല്ല, ഈ 1393 നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ICC മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ കോട്ടക് ബാങ്കിന് പിന്നെ എന്തോ റൈറ്റ് ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ, റൈറ്റ് ഇഷ്യൂ ആണോ ബോണസ് ആണോ എന്തോ സ്പ്ലിറ്റോ എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാനത് ശരിക്കും ഓർക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു പച്ചയിലാണ് കോട്ടക് ബാങ്ക് ഇങ്ങനെ നിൽക്കുന്നത്. കോട്ടക് ബാങ്ക് വളരെ വർഷങ്ങളായിട്ട് 2250 1700 റേഞ്ചിൽ കിടന്ന് കളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കോട്ടക് ബാങ്കിന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ 2203 പൊട്ടിയെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോയി ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ കോട്ടക് ബാങ്കിന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉള്ളൂ. ഇല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടക് ബാങ്ക് നേരെ തിരിച്ച് താഴോട്ട് വരും. അതിൻ്റെ സപ്പോർട്ട് 2011 ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്യുക. SBI ഭയങ്കര ഹൈ സെറ്റപ്പാണ്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ HDFCയുടെയും ICICIയുടെയും വെയിറ്റേജ് കുറയ്ക്കുമ്പം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് SBIക്കാണ്. ഓക്കെ, SBIക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് SBIക്കകത്തിൽ ഇത്ര വലിയ ബുള്ളിഷ് സെറ്റപ്പ് ഇടുന്നത്. മാത്രമല്ല, ഒരു മെർജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, PSU ബാങ്കിൻ്റെ മെർജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 2-3 ബാങ്കുകൾ SBIനകത്തിന് ആഡാകുമ്പം ഇതിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടെ വലുതാകും, കുറേ കൂടെ മോർ പവർഫുൾ ആവും, ലാഭം അതുപോലെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് SBIനകത്തിൽ ഇത്ര ഒരു ബൈ വരുന്നത്. 1000 ഒക്കെ കടക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് എന്നാൽ നോക്കിയാൽ നമ്മൾ വരച്ചിട്ടേക്കുന്ന അതേ ലെവലിലാണ് 972 എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഇപ്പം SBI നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫർദറായിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇനി ഒരു അപ്സൈഡ് നമുക്ക് പറയണമെന്നുണ്ട്. സമയം ഒത്തിരി നീണ്ടു പോകണം, പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല, നിങ്ങൾ കേൾക്കേണ്ടവർ കേൾക്കാം, അല്ലാത്തവർ ഞാൻ എന്ത് പറയാനാണ്. ഇതാണ് ഒരു നെക്സ്റ്റ് ലെവല്, SBIൻ്റെ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 971 ബ്രേക്ക് ചെയ്ത് 972 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം നോക്കുക. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒത്തിരി പറഞ്ഞ് മുകളിലോട്ട് പോകുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നിഫ്റ്റിക്കകത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് ഇനി ഇൻട്രാഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഓപ്പണിങ് ഇവിടെ കിട്ടണം. ഓപ്പണിങ് ഗ്യാപ്പ് അപ്പോട് കൂടെ ഈ ഹൈയുടെ വേറെ ഒന്നും പറയാനില്ല, ഗ്യാപ്പ് അപ്പോട് കൂടെ ഇവിടെ കിട്ടണം നമുക്ക്. ഇവിടെ കിട്ടിയെങ്കിൽ മാത്രമേ നാളെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായി ഇതിൻ്റെ മുകളിൽ ഈ ഹൈ, ഇന്നലത്തെ ഹൈ ആണല്ലേ കാണുന്നത്, 26,200 എന്ന് പറയുന്ന ഈ ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നോ രക്ഷ. വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ 26,200 മുകളിൽ നാളെ ഗ്യാപ്പ് അപ്പ് കിട്ടണം. ആ ഗ്യാപ്പ് അപ്പ് കിട്ടി ഇതിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ മൂവ് നിഫ്റ്റിക്കുള്ളൂ. അതിൻ്റെ സംഭവം ഇവിടെ കിടപ്പുണ്ട്. 26,200 എടുത്തിട്ട് നമ്മുടെ ഓൾ ടൈം ഹൈ ആണ്. അതിന് ശേഷമുള്ളത് 26,304, 326. ഇത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുക, ഇത് ഓൾ ടൈം ഹൈ ആണ്, നമുക്കിത് വേണ്ട ഓട്ടെ. അപ്പം 26,278 വാച്ച് ചെയ്യുക. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ അതിൻ്റെ ഓൾ ടൈം ഹൈ ഏതാണ്. അത് തന്നെ കറക്റ്റാണ്, ഓൾ ടൈം ഹൈ അത്. ഓക്കെ, അപ്പോൾ 278 ടാർഗറ്റ്. ഇതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഓൾ ടൈം ഹൈ ആണ് 326. ഇത് രണ്ടുമാണ് മേജർ ലൈൻ. ഇത് രണ്ടും കടന്നാൽ നമുക്ക് 26,406 ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഡേ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. പണ്ട് നമ്മൾ ഡേയിൽ വരച്ചിട്ടേക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഞാനത് കാണിക്കാൻ വേണമെങ്കിൽ. പണ്ട് നമ്മൾ വരച്ചിട്ടേക്കുന്ന ഒരു ലൈനാണ്, കണ്ടോ, ഈ ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനായിരിക്കും അടുത്ത ലക്ഷ്യം. ഇതിൻ്റെ ശക്തനായ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഡേ വൈസിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം മനസ്സിലായല്ലോ. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിലോ, താഴോട്ടാണ് ഇതിനകത്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ,
ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ 26,147 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ട് പല ലെവലുകളും നമ്മൾ കാണേണ്ടി വരും. നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്കറിയത്തുള്ളൂ എന്ത് പോസിറ്റീവ്നെസ് ആണ്. റഷ്യയുമായിട്ടുള്ള കരാറ് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വേറെ ലെവലുകൾക്കൊന്നും യാതൊരു മാറ്റമില്ല, ലെവലുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഓടിച്ചു പോകുന്നു. അടുത്ത ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് 60,000 നമ്മളുടെ കടമ്പ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത് 26,735 ഇവിടെ ക്ലോസിങ്, 777 ഇവിടെ ക്ലോസിങ് ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ 60,000 മേജർ. 60,000 ഉണ്ട്, അവിടെ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. ഓക്കെ, ഈ 60,000 രണ്ട് ട്രെൻഡ് ലൈനും, ഇത് രണ്ട്, ഈ 60,000 ബ്രേക്ക് ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് മുകളിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ 60,000 ബ്രേക്ക് ചെയ്തതിന് മുകളിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ബ്രേക്ക് ഔട്ട് നടത്തി ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകും നമുക്ക് കണ്ടറിയാം. ബാക്കി ലെവലുകളൊക്കെ നിങ്ങളുടെ തന്നെ ഇരിപ്പുണ്ട്. ആ ലെവലുകളൊക്കെ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ പിന്നെ HDFCയും ICICIയും പിന്നെ കോട്ടക്കിനെയും SBIനെയും ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഭയങ്കരമായിട്ട് വീഴുന്നു, ഭയങ്കരമായിട്ട് കയറുന്നു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ കറക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അടി മിഡ് ക്യാപ്പിനായിരിക്കും. അപ്സൈഡ് ഉണ്ടാവുകയാണെങ്കിലും ആദ്യത്തെ ബെനിഫിഷ്യറി മിഡ് ക്യാപ്പായിരിക്കും. ഇപ്പം നിലവിൽ ഇവിടെ തൽക്കാലം എന്താണ് നമ്മുടെ ലെവലുകളൊക്കെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു വൻ റാലി മിഡ് ക്യാപ്പിനകത്തൊരു വൻ റാലി പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 14,096 ഇത് കടന്നാൽ മാത്രമേ നമുക്കൊരു റാലി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ മിഡ് ക്യാപ്പിനകത്തിൽ. മനസ്സിലായി? 14,096 ഇല്ലാത്തിടത്തോളം കാലം എപ്പോഴും താഴോട്ട് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. 13,956 ഈ 13,956 ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമ്മൾ 13,908 13,830 ഒക്കെ നമ്മൾ കാണേണ്ടി വരും. വേറെ ലെവലുകളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് അത് പ്രൈസ് ആക്ഷൻ നോക്കി നിങ്ങളങ്ങ് ട്രേഡ് ചെയ്താൽ മാത്രം മതി. വേറെ വലിയ അതിനകത്തിൽ വലിയ നെഗറ്റീവ്സും ഒന്നുമില്ല. പിന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ BSE കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നെഗറ്റീവായിരുന്നു, പിന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ BSE എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളത് നോക്കുക. BSEയും ഹീറോ മോട്ടോകോപ്പും ഇവിടെ ഒരു ചതി ഈ മിഡ് ക്യാപ്പിനകത്തിൽ ഒരു ചതി പറ്റാനുള്ള സംഗതി എന്താണെന്നറിയാമോ? ചതി പറ്റാനുള്ള സംഗതി വെച്ച് കഴിഞ്ഞാൽ ഈ BSEയും ഹീറോ മോട്ടോകോപ്പ് ഇവർ രണ്ടുപേരുമാണ് മേജർ ഇതിനകത്തിലെ വെയിറ്റേജ് സ്റ്റോക്കുകൾ. അപ്പോൾ നമ്മൾ ഈ BSEയുടെ ഡെയിലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. കണ്ടോ, ഒരു ഓൾ ടൈം ഹൈ 3029. ഓക്കെ, അവിടുന്ന് രണ്ടാമത് വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നെങ്കിൽ അവിടെ എത്താതെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി നേരെ തിരിച്ച് സാധനം താഴെ പോയിരുന്നു. അപ്പം ഇവിടെ ഈ 833 എന്ന് പറയുന്നത് BSEക്ക് വളരെ ഒരു ശക്തനായ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ ശ്രമിക്കുക. ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ BSE വീണ്ടും 3029 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇത് നിലനിർത്തുന്നില്ല എന്നുള്ളത് 3833 നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ BSE പിന്നെ താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ BSE നിങ്ങൾ നോക്കി വെക്കുക. അടുത്തൊരു സംഗതി ഹീറോ മോട്ടോകോപ്പിൻ്റെ കാര്യം ഭയങ്കര ഭീകരമാണ്. കാരണം ഒരു മര്യാദയില്ലാതെ കൊടിമരം പോലെ ഈ സാധനം പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നോക്കിക്കാൻ നിങ്ങൾ കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി മുതൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഭയങ്കരമായിട്ടൊരു റാലിയാണ് ഹീറോ മോട്ടോകോപ്പിനകത്ത് നടന്നത്. നമ്മൾ ഇപ്പോൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര പോയിൻ്റ് 1136 പോയിൻ്റ്, അത് 21%. ഒരു മാസം കൊണ്ട് 21% ഹീറോ മോട്ടോകോപ്പ് പറന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ അനിവാര്യത ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഹീറോ മോട്ടോകോപ്പിനകത്തിലുണ്ടാകും. നിങ്ങളതുകൊണ്ട് സൂക്ഷിക്കുക. ഇങ്ങനൊരു റാലി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷവും ഇത് കൊടിമരം പോലെ പോകുന്ന സാധനം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെയാണ് നോക്കിക്കേ, ഒരു നല്ല രീതിയിലൊരു ഇടയ്ക്കൊരു ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നല്ലൊരു ബുക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം വന്നിട്ടില്ല. ഇവിടെ ആകെയും പോകുക ഈ ഒരു ബുക്കിംഗാണ് വന്നിരിക്കുന്നത്, ബാക്കി ഒന്നും ഒരു ബുക്കിംഗ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത, ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഹീറോ മോട്ടോകോപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തിരിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്സൺ ടെക്നോളജി ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്.
ഓക്കെ, ഡിക്സൺ ടെക്നോളജി നല്ലപോലെ ഒരു കറക്ഷൻ വന്ന് ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഡിക്സൺ ടെക്നോളജി തിരിഞ്ഞ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തിരിഞ്ഞ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയാൽ ഫർദറായിട്ടൊരു അപ്സൈഡ് കാണും. പക്ഷേ അതിനൊരു പോസിറ്റീവ് മൊമെൻറ്റം വരണം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാം. സെൻസെക്സിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? സെൻസെക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. സെൻസെക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ്, ബുള്ളിഷ് സെറ്റപ്പോടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയാൽ നമ്മുടെ ലെവലിലാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഫർദറായിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 85, ഞാൻ ഈ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടണം. 85,800 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. 86,500 വരെയൊക്കെ പോകാനുള്ള, 86,350 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഗ്യാപ്പ് അപ്പോട് കിട്ടി ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ല ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഈ റേഞ്ച് 801-നും 243-നും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫർദറായിട്ട് താഴോട്ട് വന്ന് 885-243 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പൊട്ടിയാൽ പിന്നെ താഴോട്ട് വേറെ ലെവലുകളുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളത് പോസ് ചെയ്ത് നിങ്ങളുടെ ചാർട്ടിനകത്തിൽ നിങ്ങളത് വരച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒത്തിരി സമയം കടന്നുപോയി, പക്ഷേങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. കഴിവ് നിങ്ങൾ ശാന്തമായിട്ട് ഇത് കേട്ട് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ ലെവലുകൾ വേണ്ടവർ അത് മാത്രം നോക്കി പോവുക. എനിക്ക് നിങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മോഡിറ്റി അപ്ഡേറ്റ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ലേ. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.